സൂചനയാണ് ക്രംബിന്റെ ഫാക്ടറി അടച്ചുപൂട്ടുക. സൂചനയാണ്, സൂചനയാണ്. ഇന്ന് ഈ സമരം സൂചനയാണ്. സൂചന കണ്ട് മടിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. പ്രതിഷേധം, പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതിഷേധം. മാടപ്പള്ളി ട്രേഡേഴ്സ് അടച്ചുപൂട്ടുക. മലിനീകരണം ഉണ്ടാകുന്ന മാടപ്പള്ളി ക്രംബ് ഫാക്ടറി അടച്ചുപൂട്ടുക. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മരപ്പള്ളിയിലാണ്. ഇവിടെ കുറച്ച് നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, അവരുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്താ സംഭവം നമുക്കറിയാം. ഇത് മാങ്ങാനം ചെമ്മരപ്പള്ളിയാണ്. വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡ് പുതുപ്പള്ളി പഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വാർഡും കൂടെയാണ്. ഇവിടെ ഒരു ഫാക്ടറി മൂലം ഇവിടുത്തെ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. ഒരു ആഹാര സാധനം പോലും വായി വെച്ച് കഴിക്കാൻ പറ്റില്ല, അതുപോലെ മണമാണ്. അത് കാരണം അവരങ്ങ് പൊറുതിമുട്ടി. പല അധികാരികളുടെ ഇടയ്ക്കിലും എല്ലാം പോയിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ ഇന്നൊരു പ്രതിഷേധ സമരം വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇത് റബ്ബർ ബോർഡിൻ്റെ തന്നെ ഈ വലത് സൈഡിൽ കാണുന്ന വേറെ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ഈ താഴെ കാണുന്നത് അവിടെയാണ് ഈ ഫാക്ടറി ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മണം മൂലമാണ് ഇവിടുത്തെയുള്ള ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലായിരിക്കുന്നത്. ഇത് നേരത്തെ റബ്ബർ ബോർഡായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇത് വേറെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു. അദ്ദേഹമാണ് ഇപ്പം പ്രശ്നക്കാരൻ. മണമില്ല എന്നാണ് അവരെപ്പോഴും വാദമാങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ധോണിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും കുട്ടികളുമായി ഇവിടെ വന്ന് ഈ ഫാക്ടറിയുടെ സമീപത്തുള്ള ഏതെങ്കിലും വീട് ഞാൻ വാടകയ്ക്ക് എടുത്തു കൊടുക്കാം. ഇവിടെ വന്ന് അവർക്ക് താമസിക്കുവാൻ സൗകര്യമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. നമുക്കറിയാം ഈ ഫാക്ടറിയുടെ എല്ലാവിധമായ കാര്യങ്ങളും സംരക്ഷിച്ച് ജനങ്ങളുടെ അതുപോലെ തന്നെ മലിനീകരണ സംവിധാനങ്ങൾ ഇവർ ശരിയായ വണ്ണമാണ് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ റബ്ബർ ബോർഡ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. TK അറുമുഖം എന്ന് പറയുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ മണമുണ്ട് എന്ന് പരാതി പറയുമ്പോൾ നോക്കാം, നമുക്ക് പരിഹരിക്കാം എന്ന രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അതിനുശേഷം ചില സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നാ വേണേലും ചെയ്തു, അതിനെ നേരിടുവാൻ അവർക്കറിയാം എന്ന രൂപത്തിൽ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ അറുമുഖം എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് ഇടപെടുന്നത്. അദ്ദേഹം ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടെ വരും. എന്നിട്ട് ഇവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് അവിടുന്ന് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. റബ്ബർ ബോർഡിൽ എല്ലാവർക്കും ഈ കാര്യങ്ങളാകെ തന്നെ അറിയുള്ളതാണ്. നമുക്ക് ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കുകയും വിപുലമാക്കുകയും ഈ ഫാക്ടറി ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളാകെ തന്നെ ഒത്തൊരുമയോടുകൂടി മുഴുവൻ ആളുകളും ഈ ഫാക്ടറിയിൽ ഉപരോധിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമരം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി സാം സൈനേഷൻ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ PG ബിജു, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മാങ്ങാനം പ്രദേശം എന്ന് പറയുന്നത് ഏത് ജില്ലയിൽ നിന്നാണേലും ഇവിടെ വന്ന് താമസിക്കണമെന്ന് കോട്ടയത്തോടെ ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്നവരാട്ടെ മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഈ പ്രദേശത്തിലേക്ക് കടന്നു വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. ഓരോ വർഷങ്ങളോടും അനേക കുടുംബങ്ങൾ നമ്മുടെ പ്രദേശത്ത് വസ്തു മേടിച്ച് വീട് പണിത് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാങ്ങാനം പ്രദേശത്ത് എന്തുകൊണ്ടും ജീവിക്കുന്ന സാഹചര്യമായിരുന്നു ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ചെമ്മരപ്പള്ളി പ്രദേശത്ത്. ഇവിടെ മഴക്കാലത്ത് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. വേനൽക്കാലത്ത് ഏതാണ്ട് 50 മീറ്റർ നടന്നാൽ അതിനപ്പുറമായിട്ടൊരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നില്ല. ഇവിടെ രാഷ്ട്രീയമായ തർക്കങ്ങൾ ഉണ്ടാകാറില്ല. ഇവിടെ അങ്ങനെ ജാതിയുടെയും മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിച്ച് കാണാറില്ല.
അങ്ങനെ എല്ലാ വിധത്തിലും ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഈ പ്രദേശത്തേക്കാണ് ഇതുപോലെ ടെമ്പററി ഫാക്ടറി ഇവിടെ ആരംഭിക്കുന്നത്. ഇതിന്റെ പുറകോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഇത് ചിന്തിക്കുന്നില്ല. നാളുകളിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഈ ടെമ്പററി ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന ഈ ദുർഗന്ധം കൊണ്ട് നമ്മുടെ തലമുറകൾക്ക് ബാധിക്കുന്ന മാരകമായ രോഗങ്ങൾ അടക്കമുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് നമ്മുടെ ഈ സമരം എന്ന് പറയുന്നത്, ഈ സമരം നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരമാണ്. നമ്മൾ ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ നമുക്ക് അവകാശം വേണം. ഇതുപോലെ ടെമ്പററി ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഇതുപോലെ ഇൻഡസ്ട്രി ഏരിയകളിലാണ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലുള്ള ടെമ്പററി ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ജനകീയ പ്രതിഷേധം നമുക്ക് ഉണരണം. ഈ മാങ്ങാട് പ്രദേശം എത്രയോ സമരങ്ങൾ കണ്ടവരാണ് മാങ്ങാടത്തുള്ളവർ. അനേക സമരങ്ങൾ കൂടെ വിജയം കണ്ടവരുണ്ട് മാങ്ങാടത്ത്. അതുപോലെ ഈ സമരം വിജയിക്കണമെങ്കിൽ നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ഈ മാടപ്പള്ളി റിവേഴ്സിന്റെ കുത്തക മുതലാളിമാരുടെ ദാക്ഷ്യത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കൈ ഓർത്തുകൊണ്ട് നാളുകളിൽ നമുക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം നമുക്കുണ്ടാകണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. അതിനെതിരെ 30 ദിവസം നിരന്തരം സമരം ചെയ്തുകൊണ്ട് ആ സമരം വിജയിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. എന്തുകൊണ്ട് വിജയിച്ചു? സമരം പോലെ നിയമപോരാട്ടങ്ങൾ നടത്തി. നമുക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് നമുക്ക് ഇന്നും ബഹുമാനമുണ്ട്. നമ്മളെ രക്ഷിക്കപ്പെടുത്തുമെന്ന് വിചാരമുണ്ട്. നമുക്ക് നിയമത്തിന്റെ വഴിക്ക് പോകണം, നിയമം വഴി പോകണം, സമരങ്ങൾ പരമ്പര അയച്ചു വരണം. അങ്ങനെ ഈ മാടപ്പള്ളി റിവേഴ്സിന്റെ ഈ പ്രദേശത്തിലെ ജനങ്ങൾക്ക് ജീവിക്കുവാൻ, സ്വന്തമായി ശ്വസിക്കുവാനുള്ള അവകാശം, ശുദ്ധമായി ശ്വസിക്കാനുള്ള അവകാശം, അത് ആരുടെയും ഔദാര്യമല്ല. ജനിച്ച മണ്ണിൽ നമുക്ക് ജീവിക്കണം. നമ്മൾ എവിടെ പോകാനാണ്? നമ്മുടെ കുട്ടികൾ ഇവിടെ ലോകത്തിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെയുള്ള പ്രതിഷേധ ജാലയിൽ അണിചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ അനുമോദിക്കുവാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സമരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രദേശത്ത് എത്ര പേരാണ് ഉള്ളത്? ഇനിയും കടന്നു വരണം. ഇനിയും ഓരോരുത്തരും നമ്മൾ വീടുകളിൽ ചെന്ന് ക്ഷണിക്കണം. ഈ സമരത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഈ സമരം നമ്മൾ ജീവിക്കാനുള്ള സമരമായി നിങ്ങൾ ഓരോരുത്തരും, ഇതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയമില്ല, നമുക്ക് ജീവിക്കണം. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനൊപ്പം നിങ്ങൾ ഓരോരുത്തരും പങ്കുചേർന്നതിനെ അനുമോദിച്ചുകൊണ്ട് ഈ ടെമ്പററി ഫാക്ടറിയുടെ എതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് തീർച്ചയായും പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ എല്ലാവിധമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ എന്റെ എളിയ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി തമ്പാൻ സാറിന് ഈ ഫാക്ടറിക്കെതിരായുള്ള സമരത്തിൽ പങ്കുചേരുന്നതിന് സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരെ ഇവിടെ ഇന്ന് വന്നു ചേർന്നതിൽ വളരെ എനിക്കും സന്തോഷമുണ്ട്. പക്ഷേ ഇതിലും കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതായത് ഇന്ന് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ ഈ സമരം ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇവർ ഇതുപോലെയുള്ള ദാർഷ്ട്യമായ പ്രവൃത്തികളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അഥവാ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല ഇല്ലെങ്കിൽ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിന് ഇവിടെ നാട്ടുകാരായ എല്ലാവരുടെയും സഹകരണം വേണം. അതിന് പ്രത്യേകമായി എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ എല്ലാവിധ സഹകരണവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനമുള്ള പഞ്ചായത്ത് മെമ്പർ, മറ്റു കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്നിരുന്ന കരയാണ് ചെമ്മരപ്പള്ളിക്കര. ഞങ്ങളിവിടെ അനേകം വീടുകൾ അടുത്തടുത്ത് ധാരാളം വീടുകളുണ്ട്. കാരണം ജന്മികൾ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കറൊക്കെ വീടുകൾ വെച്ച് താമസിക്കുന്ന പോലെയല്ല ഇവിടുത്തെ ജീവിതം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലങ്ങളിൽ സഹോദരങ്ങളും എല്ലാവരും വീട് വെച്ച് അടുത്തടുത്ത് വീടുകളായിട്ട് ധാരാളം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ഞങ്ങൾക്കിപ്പം
പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. 24 മണിക്കൂറും ചീഞ്ഞ നാറ്റം. നാറ്റം എന്തിൻ്റെ നാറ്റമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ, ഒരു എന്നാ മാലിന്യത്തിൻ്റെ ആണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോനൊരു ആക്സിഡൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അവന് കതവ് തുറക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ AC-യും ഫാനും ഒക്കെ ഇട്ടുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അകത്തിരിക്കുക. തുറന്നു പോയാൽ ദുർഗന്ധം കയറിയിട്ട് നമുക്ക് പിന്നെ എന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകളാണ്. തലവേദനയും കുഞ്ഞുങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടലും ചുമയും ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാരണം ഇവിടെയുള്ളവരെല്ലാം ബുദ്ധിമുട്ടുകയാണ്. അപ്പം ഇത് കണ്ടിട്ട് ഒരു കൂട്ടര് ഇവിടെ ഈ ദേശത്തെങ്ങും ഉള്ളവരല്ല, എവിടെ നിന്നോ വന്നൊരു കൂട്ടര് പണലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി നടത്തുന്നതിനെ ഞങ്ങൾ തീർച്ചയായിട്ടും അനുവദിക്കത്തില്ല എന്ന് ഉറപ്പ് തരുന്നു. നാട്ടുകാർ പിന്നെ അധികം പേരില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ധാരാളം എല്ലാവരും ഞങ്ങളിവിടെ കൂടും. ഈ ഫാക്ടറി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുകയാണ്. ഇതിന് ഞങ്ങൾ എന്ത് സമരങ്ങളോ അതിനുവേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് അശുദ്ധവായു ശ്വസിച്ച് ഞങ്ങളുടെ ആരോഗ്യവും നശിപ്പിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും നശിപ്പിച്ച് ഞങ്ങൾ രോഗികളായിട്ട് മാറാനാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അതുകൊണ്ട് നിങ്ങളുടെ നാടുകളിലൊക്കെ പോയി ഫാക്ടറി ഉണ്ടാക്കുകയോ പണം ലാഭം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യണം. ഞങ്ങളുടെ ദേശത്തെ മുടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾക്ക് വഹിക്കാവുന്നതിലപ്പുറമാണ്. ഈ അശുദ്ധവായു ശ്വസിച്ച് എല്ലാവരും രോഗികളായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനും വായു ശ്വസിക്കാനും അവകാശമില്ലാത്ത അവസ്ഥയിലായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും ഈ ഫാക്ടറി ഇവിടെ തുടരാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ ഒന്നടങ്കം നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് അതിനുള്ള എന്താണെന്ന് വെച്ചാൽ തീരുമാനങ്ങളെടുത്ത് ഞങ്ങളുടെ സമരം ഇത് തീരാതെ അവസാനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ, ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു 4-5 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഫാക്ടറിക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിപ്പിച്ച ഈ സമരത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് മെമ്പർക്കും മറ്റെല്ലാവർക്കും എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിക്ക് എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസരിക്കുന്നു. നന്ദി, നമസ്കാരം. സൂചിപ്പിച്ചിരുന്നു, ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരം ഒരു തുടക്കമാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന രൂപത്തിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ സമരം നടത്തും, രണ്ടാമത് റബ്ബർ ബോർഡിൻ്റെ മുമ്പിൽ സമരം നടത്തും, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മുമ്പിൽ സമരം നടത്തും. ഈ 3 സമരങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കൂടിയാലോചിച്ച് വളരെ ബഹുജന പിന്തുണയോടുകൂടി ഫാക്ടറി ഉപരോധിക്കുകയും തുടർച്ചയായി ഈ ഫാക്ടറിയുടെ മുമ്പിൽ സമരപ്പന്തൽ കെട്ടി ഈ സമരം വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തിയായി രൂപങ്ങളിൽ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങളും പരാതികളും നമ്മൾ ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും 4-5 പരാതികൾ നമ്മുടെ കളക്ട്രേറ്റിലും അതുപോലെ തന്നെ മന്ത്രിമാരുടെ ഓഫീസിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അറിയിപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ നിരന്തരമായി ഇതിനെതിരെ നിയമപരമായ പോരാട്ടങ്ങൾ അധികാരികളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാട്ടിലെ ബഹുജനങ്ങളെയാകെ തന്നെ അണിനിരത്തിക്കൊണ്ട് ജീവൻ മരണ പോരാട്ടത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ സമരം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന പ്രതികൂലമായ കാലാവസ്ഥ, അതികഠിനമായ ചൂടും ഇതിനെയൊക്കെ വകവെക്കാതെ ഈ സമരത്തിന് വന്നെത്തിയ എല്ലാ ആളുകളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സമരസമിതിയുടെ ജോയിന്റ് കൺവീനർ ശ്രീ ജിതിൻ തോമസ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ PT ബിജു, ബഹുമാനപ്പെട്ട സാം സൈമൺ, മറ്റ് സമരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ, നമ്മൾ ഈ ജനകീയ സമിതി രൂപീകരിച്ച് പോസ്റ്ററുകളും ഫ്ലെക്സുകളും എല്ലാം സ്ഥാപിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം 200 പേരിനടുത്ത ആളുകളുണ്ട്. എന്നാൽ നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാൻ ആളുകൾ തീരെ കുറവാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. മുൻപോട്ട് ആളുകൾ
നല്ല രീതിയിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ഈ പരിപാടി വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പരിപാടികൾ നമ്മൾ കൃത്യമായി അറിയിക്കും. ഇനിയിപ്പോൾ നമ്മൾ വീടുകൾ കയറി നോട്ടീസുമായി എല്ലാ വീടുകളിലും ചെന്ന് എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുക തന്നെ ചെയ്യും അടുത്ത പരിപാടിക്ക്. അപ്പോൾ അടുത്ത പരിപാടിയിൽ എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക. പിന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഫാക്ടറി ഈരാറ്റുപേട്ടയിലുള്ള ടോമി എന്ന ആളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ ആരെയും അങ്ങോട്ട് കയറ്റത്തില്ല, മുഴുവൻ ഗേറ്റും പൂട്ടിയിട്ടിരിക്കുകയാണ്. നാട്ടുകാർ ഇതിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞ് അവരുടെ പേര് കേസ് കൊടുത്ത് നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ മാടപ്പള്ളി ട്രേഡിംഗ് കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ സംബന്ധിച്ചും അങ്ങനെയുള്ള യാതൊരു കാര്യവും ഇല്ലാതെയാണ് ഇതിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ റബ്ബർ ബോർഡ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഇവിടുത്തെ മണവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടാണ് റബ്ബർ ബോർഡ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കിട്ടിയൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ഇത് അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ചുകൊണ്ട് രാപകലില്ലാതെ പണി നടക്കുകയാണ്. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതാണ് ഫാക്ടറിയുടെ ഈ വലത് സൈഡിൽ കാണുന്നത്. ഇതിന് 200 മീറ്റർ നീളവും 100 അടി വീതിയുള്ളൊരു വലിയ ഇത് തന്നെ ഗോഡൗണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ സംഭരിച്ചിരിക്കുന്ന ഒട്ടുപാലാണ്. ഒട്ടുപാൽ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സിങ് നടത്തിയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. ഈ കമ്പനിയുടെ ഇത് മാടപ്പള്ളി ക്രംബ് ഫാക്ടറിയാണ്. ഇവിടെ മുഴുവൻ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അതിക്രമിച്ച് ആരെങ്കിലും കയറിയ കണ്ടുപിടിക്കാനും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നുള്ള ഇപ്പം മാലിന്യ ജലം മുഴുവൻ ഒഴുകുന്നത് പുതുപ്പള്ളി കൊടൂരാറിലേക്കാണ് ഒഴുകുന്നത്. അതുപോലെ തൊട്ട് സമീപത്ത് പുതുപ്പള്ളി പള്ളിയുടെ കണ്ടമാണ്. കണ്ടത്തിലോട്ട് വെക്കുകയാണ് ഇപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അധികാരികൾ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പൈസ ഉള്ളവരുടെ കൂട്ടത്തിലാണ് അധികാരവും നിയമവും എല്ലാം. പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ, ഞാനിപ്പോൾ ഈ 1-2 മാസക്കാലമായിട്ട് മാങ്ങാനത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ മണമാണ്. ഇവിടെ നമുക്കൊരു വീട്ടിൽ കയറി ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മണമാണ്. അത് അവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. പിന്നെ വലിയ സാമ്പത്തികമുള്ളവരുടെ വീടുകളിലൊക്കെ AC ഉള്ളതുകൊണ്ട് അവരുടെ അകത്തോട്ടൊന്നും മണം വരുന്നില്ല, എങ്കിലും വീടിന് വെളിയിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. ഒറിജിനൽ സാധനം അതിതാ. അതിപ്പോ ഉണ്ടോ വർക്കിംഗ്? പിന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് റബ്ബർ ബോർഡിന്റെ ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല. റബ്ബർ ബോർഡ് നേരിട്ടുള്ള ഇവിടെ വുഡ് ടെസ്റ്റിംഗ് ലാബറട്ടറി നമ്മുടെ അടിയില്ല റബ്ബറിന്റെ. ഇത് റബ്ബറിന്റെ അടി കുഴിഞ്ഞുണ്ടാക്കുന്ന ഫാക്ടറിയായിരുന്നു. ഇതുമായിട്ട് അനുബന്ധിച്ച ഫാക്ടറി. അതിനുവേണ്ടി അന്ന് ചെയ്തല്ല. അല്ല, അതിപ്പോഴും ഈ നമ്മുടെ ഈ കേരളത്തിലുള്ള ഇതെല്ലാം കൊണ്ടു ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു. ഇത് ഫാക്ടറി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ ഫാക്ടറി 2000 തുടങ്ങിയത്. 2000 മാർച്ച് 20 തുടങ്ങിയത്. ഇത് ഇവിടെ ഞങ്ങൾ അന്ന് മുതൽ റബ്ബർ ബോർഡ് നേരിട്ട് നടത്തിയത് അല്ലേ? 2000 മാർച്ച് 20 ഞങ്ങൾ അന്ന് കയറി ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല അത് കഴിഞ്ഞ് റബ്ബർ ബോർഡ് നിർത്തിയതെന്നാ? റബ്ബർ ബോർഡ് നിർത്തിയെന്ന് പറഞ്ഞാൽ അത് കെടുകാര്യസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ മാറി മാറി ജോയിന്റ് ഡയറക്ടർമാരും മാനേജർമാരും മാറി മാറി വരും. ഇതിന് ധാരാളം ഫണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് ഉള്ളതുമ്പോൾ റബ്ബർ ബോർഡിന് 181 കോടി എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കത്തില്ല. അപ്പൊ ഇതിനൊരു ശതമാനം, അതായത് ഇത് ഒരു റബ്ബർ മോഡൽ TSR ഫാക്ടറി എന്ന് ഇതിന് പറയുന്നത്. അതായത് ഇതിന് ലാഭം വേണ്ട, ഇത് ഒരു മാതൃകാ സ്ഥാപനമായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇതിന്റെ മണ്ടല്ലവന്മാരെ അടിച്ചു മാറ്റി ഈ വരുന്ന റബ്ബർ ബോർഡ് നഷ്ടത്തിലായി. അത് കഴിഞ്ഞിട്ട് ഈ ടോമി കഴിഞ്ഞ് പിന്നെ 4-5 വർഷം ഇത് അടച്ചു പൂട്ടി കിടന്നു. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ശമ്പളം തരും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ കുറെ തൊഴിലാളികളെ മറ്റുള്ള ഇടത്തെല്ലാം വിന്യസിച്ചു. റബ്ബർ ബോർഡിന്റെ കുറച്ച് പേര് പിരിഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ റബ്ബർ ബോർഡ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം 20 ടണ്ണെന്ന ഇതിന്റെ ഉൽപാദനം എന്നും പറഞ്ഞാൽ തുടങ്ങിയത് ഒരു ദിവസം. ഇപ്പൊ ഇവന്മാർ ഒരു 40 ടണ്ണ് 45 ടണ്ണ് ഒരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, അതിന് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇത് നടത്തിക്കൊണ്ട്. നമ്മുടെ റബ്ബർ ബോർഡ് ഉണ്ടായിരുന്നപ്പോൾ 3 ഷിഫ്റ്റ് ആയിരുന്നു. ആ 3 ഷിഫ്റ്റിലും കൂടെ 20 ടണ്ണ്, എന്നിട്ടും വറാന്ന് 16, 17, 20 ഒരു പ്രാവശ്യം കണ്ടത് കഴിഞ്ഞിട്ടുള്ളൂ. ശരിയാണ്. ഇപ്പം കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് മുഴുവൻ അല്ലേ? ഇത് മാൻ പവർ കുറവാന്ന് ഇതിനകത്ത്, മുഴുവൻ മെഷീനാണ്. ഇവിടെ ഈ കോരി ഇടുന്നതും അങ്ങനെ ഈ പ്രസ് ചെയ്യുന്നിടത്തൊക്കെ ആൾക്കാർ കൂടുതലും മതി. ബാക്കി മുഴുവൻ റോളർ ഐറ്റംസ് മുഴുവൻ മെഷീനാണ്. ഒരു സെറ്റാ. അത് ഓണാക്കി കഴിയുമ്പോൾ അത് തന്നെ കൺവെയർ വഴി ബക്കറ്റ് എലിവേറ്റർ, ഇത് ടാങ്കിൽ നിന്ന് തന്നെ കോരി മില്ല വീണ് റോളറെ വീണ് അത് അരഞ്ഞ് കൺവെയർ വഴി അടുത്ത അങ്ങനെ അങ്ങ് പോവുക. അപ്പൊ അത് 3-4 സെക്ഷനായിട്ട് എങ്ങനെ.
അന്ന് ഒരു ഷിഫ്റ്റ് 12 പേര് 11 പേരെ വെച്ചാൽ ഒരു ഷിഫ്റ്റ് നടന്നു. അത് പിന്നെ പുതുപ്പള്ളിയുടെ കണ്ടാണോ അത്? പുതുപ്പള്ളിയുടെ കണ്ട ഇതിന് നേരെ വാഴ കാണുന്നത് അതിനെപ്പുറം കൊണ്ടുവരാറല്ലേ? അങ്ങ് കണ്ട 2 മരങ്ങൾ നിൽക്കുന്നത് ചെറുത്, അത് കൊഴുരാറാണ്. അതെല്ലാം ഈ കറുത്ത വെള്ളമായിട്ട് കിടക്കും, ഇപ്പോൾ ഒഴുക്കില്ലാതെ കിടക്കുന്നതുകൊണ്ട്. അപ്പൊ അങ്ങോട്ടാണ് ഈ ഇവരുടെ ഇത് മുഴുവൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ പുറകിൽ നിന്ന് തുറന്നു വിടും. ഇത് വലിയ മറ്റേ പൈപ്പാ, റബ്ബർ ബോർഡ് ഉണ്ടായിരുന്നപ്പോൾ ഇതിനകത്തേക്ക് പോകാനായിട്ട് വലിയ പൈപ്പ് കൊടുത്തിരിക്കുക. ആ പൈപ്പ് ഇപ്പൊ തിരിച്ച് ഇതിനകത്തോട്ട് വിട്ടിരിക്കും, നേരിട്ട് വിട്ടിരിക്കും. ഇപ്പൊ ഇഷ്ടം പോലെ കണ്ടസൈഡല്ലേ വലിയ കുളം. അതിന് ഉദ്യോഗസ്ഥരും അധികാരികളെല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫാക്ടറിക്ക് വേണ്ടി വലിയ കുളം കുത്തിയിട്ടുണ്ട്, ഭയങ്കര കുളം. ആ കുളത്തിൽ നിന്ന് നല്ല വെള്ളം എടുക്കുക. പിന്നെ ഇത് അതായത് ഒരു ഷിഫ്റ്റ് കഴിയുമ്പോൾ ഞങ്ങളെ ഇതെന്ന് പറഞ്ഞാൽ ടാങ്ക് കഴുകണമെന്ന്, അതായത് ഈ മണ്ണും ചെളിയും എല്ലാം കൂടി ആയിട്ട് ഈ ഒട്ടുപാലിന്റെ കളർ കണ്ടു, ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നല്ല പഞ്ഞിയുടെ കളറിൽ ഇത് അവസാനം വരുന്നത്. അത്രയും ചെളി ഈ പല ടാങ്ക് ഇടിയോ. ഒരു ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്കിന് ഒരു ഷിഫ്റ്റ് തീരെ അരമണിക്കൂറുള്ളപ്പോൾ ഈ ടാങ്ക് അടിച്ചു വിടും വെള്ളം. എന്നിട്ട് അടുത്ത ഷിഫ്റ്റ് കയറുന്ന വെള്ളമാണ് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ട്രീറ്റ് ചെയ്ത് പ്രോസസിങ് നടത്തിയിട്ട് ശുദ്ധയിലായിട്ട് മാറുമായിരുന്നു. അപ്പൊ വെള്ളം എപ്പോഴും സ്റ്റോക്കാ, ഭയങ്കര 2 ടാങ്കുകളുണ്ട്, അതിനകത്ത് എപ്പോഴും സ്റ്റോക്കാ. ഈ ട്രീറ്റ് ചെയ്യുന്ന വെള്ളം എപ്പോഴും സ്റ്റോക്കാ നല്ല. അപ്പൊ നമ്മൾ അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ ഇവര് പോകുന്ന ഷിഫ്റ്റുകാർ ഇത് അഴിച്ചു വിട്ടിട്ട് പോകും, ഷിഫ്റ്റ് തീരുന്ന അരമണിക്കൂർ മുമ്പ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത ഷിഫ്റ്റ് തുടങ്ങുന്ന ആൾക്കാർ ഇപ്പം 8-4 രാവിലെ 8-ന് വൈകുന്നേരം 4-ന് 3:30 ആകുമ്പോൾ അഴിച്ചു വിടും. അഴിച്ചു വിട്ട് കഴിയുമ്പോൾ വെള്ളം എല്ലാം പറ്റി 4-ന് അടുത്ത ഷിഫ്റ്റുകാർ കയറുമ്പോൾ അവർ ഇത് കഴുകിയിട്ടാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. ശരിയാ. അപ്പൊ അന്നേരം മണവും ഇല്ല, ഒന്നുമില്ല, വെള്ളത്തിന് വലിയ ചെളിയും വരത്തില്ല. ഇപ്പം നേരിട്ട് വെള്ളം അങ്ങോട്ട് അങ്ങ് കണ്ടത്തിലേക്ക് അങ്ങ് അഴിച്ചു വിടുക. ഇത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇതുപോലെ വന്നിട്ട് പുതുപ്പള്ളി പഞ്ചായത്ത് അവിടുത്തെ HI ഇൻസ്പെക്ടർ പാർട്ടിയെല്ലാം കൂടെ എടുത്തിട്ട് ഇവന്മാർ അതാണ്ട് പെശുണ്ടാക്കുക, അവരെ സ്വാധീനിക്കുക അതാണ്ട് ചെയ്തിട്ട് പിന്നെ അവന്മാർ ഈ വഴിക്ക് വന്നിട്ടുണ്ട്. അല്ല, ഉദ്യോഗസ്ഥർ ഇതിന് മുമ്പ് വേറെ വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ട്, പക്ഷെ വരുന്നവനെയൊക്കെ പർച്ചേസ് ചെയ്യും. അതെ അതെ, കേട്ട് കണ്ടു കഴിഞ്ഞാൽ വല്ലവനും. പിന്നെ അവന് പുതുപ്പള്ളി HI എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മീനടത്ത പാമ്പാടിൽ താമസിക്കുന്നവൻ. അവർക്ക് ഈ മണം ബാധിക്കുന്നില്ലല്ലോ, ഇവിടെ നാട്ടുകാർക്കല്ലേ ശരിക്കും പറഞ്ഞ ഇതുകൊണ്ടുള്ള ഇതാണ്. അവരെയൊക്കെ ഒരു ദിവസം ഇവിടെ കൊണ്ട് ഒരു ദിവസം നിർത്തി അവന്മാരെയൊക്കെ ഒരു ദിവസം അല്ല ഒരാഴ്ച ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം. അവരെവിടെ ഷെഡ് കെട്ടിട്ട് അവർക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇവന് ലാഭം പ്രൊഡക്ഷൻ നടത്താതിരിക്കുമല്ലേ. ഇപ്പൊ ഒരു ദിവസം അല്ല 2 ദിവസം നടത്തിയില്ലെങ്കിൽ 3-ാമത്തെ 4-ാമത്തെ ദിവസം നടത്തും. അപ്പൊ ഈ മണം അവനെ അറിയിക്കണം, ഒരാഴ്ച ഇവിടെ താമസിപ്പിക്കണം. അതെ അതെ, ജനങ്ങൾ കിടന്ന് കളിക്കും ഇവിടെയുള്ള ഒരു കൊച്ചു പിള്ളേർക്കൊക്കെ അസുഖം വരുമെന്ന്. ഇത്തിരി ഇതിന്റെ അപ്പുറത്ത് ഒരു എൻട്രൻസ് ഉണ്ട് ഇതുപോലെ തന്നെ, അതല്ലേ കയറി വരുന്നത്. അത് നമ്മുടെ ഈ റോഡ് കണ്ടോ, റാഡായുടെ അവിടെ നിന്ന് മേളിലോട്ട് കയറുന്നത്. അതിന്റെ ബാക്ക് മതിലൊക്കെ വന്ന് ചെമ്മരപ്പള്ളിയിലോട്ട് കയറങ്ങനല്ലേ. ചെമ്മരപ്പള്ളിയിലെ അവിടെ അങ്ങോട്ട് പോകുന്ന ഒരു 3-4 വീട്ടിൽ ഒരു മാറാ രോഗികളാണ്. അവർക്ക് ഇപ്പൊ കൂടുതൽ രോഗം. അല്ല, ഇത് വരും തീർച്ചയായിട്ടും. ഇത് നമ്മളതെല്ലാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പം മാങ്ങാനത്തുള്ള നാട്ടുകാര് ഒന്നടങ്ക് ഇതിനെതിരായിട്ട് നിൽക്കണം. അതിനകത്ത് ഒരു വാർദ്ധക്യം ആൾക്കാർ വരെ ഇതിനകത്ത് പങ്കെടുക്കണം, എന്നാലേ ഉള്ളൂ ഇത് നമുക്കിത് പൂട്ടിക്കാന്നുള്ള. അല്ല, അവര് ശരിക്കും അവരുടെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് നടത്തിക്കോട്ടെ, നേരത്തെ നടത്തിയ പോലെ തന്നെ നടത്തിക്കോട്ടെ. ഇപ്പൊ നിലവിൽ ഒരു മാനദണ്ഡം കൊടുത്തിട്ടുണ്ട്. ആ മാനദണ്ഡ പ്രകാരം വായു ശുദ്ധീകരിക്കുക, അതായത് സ്ക്രബർ പമ്പ് വഴി നേരത്തെ ചെയ്തതുപോലെ തന്നെ ശുദ്ധീകരിക്കുക. അതെ അതെ, എന്നിട്ട് നടത്തിക്കോട്ടെ. പറയത്തൊക്കെ ആരും പ്രതിഷേധിക്കാനും വരത്തില്ല, മണവും ഉണ്ടാകത്തില്ല, മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. തുള്ളി വെള്ളം പോലും വെളിയിലോട്ടും പോകത്തില്ല. ഒരു തുള്ളി വെള്ളം പോലും. റബ്ബർ ബോർഡ് 18 വർഷം ഈ ഫാക്ടറി റബ്ബർ ബോർഡിന്റെ കീഴിൽ നടത്തിയിട്ട് ഒരു തുള്ളി, അതായത് നമ്മൾ ഈ പരിസരവാസി ഞങ്ങളൊക്കെ പ്രതികരിക്കുമായിരുന്നു. ഈ സ്ക്രബർ പമ്പ് ഒരു മണിക്കൂർ കേടായി കിടന്ന ഞങ്ങൾ ഈ ബിജു ആയിരുന്നു ഇതിന്റെ കൺവീനർ. ഞങ്ങൾ അന്നേരം കയറി ജോയിന്റ് ഡയറക്ടറോട് പറയും നടക്കത്തില്ലെന്ന് പറയും. അന്നേരം അവരത് നിർത്തിയിട്ട് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇതിനകത്ത് ചെയ്യുന്നത്. ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒരു വിങ് ഉണ്ട്, അവർ കയറി അത് മെയിൻ്റെനൻസ് നടത്തിയിട്ട് അടുത്ത ഷിഫ്റ്റ് പ്രവർത്തിക്കത്തുള്ളൂ. അത് അങ്ങനെയായിരുന്നു. ഇതുപോലെ ഇവിടെ ഒരു മോട്ടർ കേടായാലും ആ മോട്ടർ അന്നേരം കൊണ്ടുവന്ന് മാറി വെച്ച് അതിനെല്ലാം സ്പെയർ ഉണ്ട്. അങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഈ റബ്ബർ ബോർഡ് എടുത്തപ്പം ഭയങ്കര ഇതുപോലെ ഇപ്പോൾ കൂടിയതിൽ നിന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഈ ഫാക്ടറി ഇവിടെ വരാതിരിക്കാൻ വേണ്ടി. ഭയങ്കര സമരങ്ങളൊക്കെ നടത്തി. നാട്ടുകാരായ ഞങ്ങളൊരു വിഭാഗം ഇതിനെ അനുകൂലിച്ച് റബ്ബർ ബോർഡ് മെമ്പർ പേര് കേസൊക്കെ കൊടുത്തത് അതിവന്മാരെപ്പോൾ കൊടുത്തിരിക്കുന്നു. ഇവരുടെ പേരിലും മെമ്പറുടെ പേരിലും അകത്ത് കയറി. അന്ന് ഇതിന്റെ അകത്ത് കയറിയാനോ? ഇതിനകത്തല്ല, ഫാക്ടറിക്കകത്ത് ഇവർ കയറിയായിരുന്നു. അതായത് ഇത് പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇവന്മാർ ബലമായിട്ട് വീണ്ടും പ്രവർത്തിപ്പിച്ചു. അപ്പം നാട്ടുകാരിൽ ഒരു വിഭാഗം അതിനകത്ത് കയറി അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞാണോ? CCTVക്കകത്ത് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഒരാഴ്ച തന്നെ കാണിച്ചിട്ടിരിക്കും പൈസ കൊടുത്തിങ്ങനെ. അതുപോലെ മാതൃഭൂമി ന്യൂസുകാരൻ ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം സമരം ചെയ്തപ്പം ഇതുപോലെ ഇവർക്ക് അനുകൂലമായിട്ട് നാട്ടുകാരുടെ ആരുടെയും ബൈറ്റ് എടുത്തില്ല.
ഇവരുടെ മാത്രം ബൈറ്റ് എടുത്തോണ്ട് അതെല്ലാം ഈ പാപ്പ കൊടുത്ത് ആ മാതൃഭൂമി ന്യൂസ് തന്നെ അവിടുന്ന് അവരുടെ ഓഫീസിൽ നാളെ തിരിച്ചു വിട്ടിട്ട് നാട്ടുകാരുടെ ബൈറ്റ് എടുത്ത് പിന്നെ ഇട്ട് ഞങ്ങൾ അവിടെ ചെന്ന് വേണം ഉണ്ടായി. പണമുള്ളവർക്ക് എന്തു ആവാമല്ലോ, അതനുസരിച്ചല്ലേ കാണിക്കുന്നത്. ഈ വരുന്നവരെല്ലാം പർച്ചേസ് ചെയ്ത് പോലീസുകാർ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് നല്ല ഇത് പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് പോകും. പോയിട്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കല്ലോ കേട്ടോ, അങ്ങനെ ലോഡൊക്കെ ആ വന്ന ലോഡ് വേണം കയറ്റി, അവർക്ക് കിട്ടാനുള്ള കിട്ടില്ല, വന്ന ലോഡ് കയറ്റി വിട്ടേരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പാർട്ടിയാണ്. അല്ല അവർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, പോലീസുകാർക്ക് ഇപ്പൊ അറിയരുതോ. അവർക്ക് ഇതൊരു വരുമാന മാർഗം. ഇവിടെ വരുമ്പോഴത്തേന് ഇനിയിപ്പോ തുടർ സമരം ഉണ്ടായി, എന്നും സമരമാണെങ്കിൽ ഇവന്മാരെന്നും വരും, ചെല്ലുമ്പോ ഇവന്മാരുടെ കാര്യങ്ങൾ നടക്കാം. അല്ല ജനങ്ങളെ ഒരു വിധത്തിലും അല്ലേ, ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും നാട്ടുകാരുടെ പക്ഷേ നിൽക്കുകയുള്ളൂ. നാട്ടുകാരുടെ പക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വന്നിട്ട് പോകുന്നവരൊക്കെ അറിയത്തില്ലല്ലോ, ഈ മണം അറിയത്തില്ല, ഇവിടെ നിൽക്കുന്നവർക്കല്ലേ അറിയാം. ഇവര് നമ്മുടെ ഇന്ന് വരെ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇവരാരും ഇതുവരെ ചോദിച്ചിട്ടില്ല. അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ. നിരന്തരമായിട്ട് BCBയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, പുള്ളി കഴിഞ്ഞ ദിവസം വന്നത് കാണാൻ വേണ്ടി. പുള്ളിയുടെ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നാണ് ഇവർ ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഇവര് ചുമ്മാ ഒരു കുറെ പേപ്പർ ഒപ്പിട്ട് നേരെ പഞ്ചായത്തിന് കൊടുക്കുക, പഞ്ചായത്ത് സെക്രട്ടറി അവിടെ ഇവർക്ക് ലൈസൻസും കൊടുക്കും. അതെ അതെ, നമുക്ക് അവരെല്ലാം ഒരു ദിവസം ഇവിടെ നിർത്തിക്കാം അല്ലേ. അതെ അതെ അതെ. അല്ല ഇനിയിപ്പോ ഞങ്ങള് പഞ്ചായത്ത് ഓഫീസിന്റെ വെടിക്കലോട്ടും വ്യാപിപ്പിക്കാം. പിന്നെ നമുക്കത് തുടങ്ങണമെന്ന് പെണ്ണുങ്ങളുമായിട്ട് കുറച്ച് കലവും ചട്ടിയൊക്കെ ആയിട്ട് വേണം പോകാൻ. പിന്നെ നമുക്കത് എന്നാണെന്ന് പറഞ്ഞാലും ഇതിന്റെ തീരുമാനം ഉണ്ടാക്കണം. ഇപ്പൊ കലക്ടർ നല്ലൊരു മനുഷ്യനാണ് അല്ലേ, താമര സാറ്. പിന്നെ പോയിരിക്കണം. അപ്പൊ പുള്ളി വിഷയം അതാ ഞാൻ പറഞ്ഞ കളക്ടറേറ്റിലോട്ട് പോകണമെന്നുള്ള, മറ്റുള്ളവരെല്ലാം പൈസ മേടിച്ചോണ്ടല്ലോ ഒതുക്കുമ്പോഴത്തേന് ഇത് നാടൊട്ടൊക്കെ അറിയട്ടെ. കേരളം മുഴുവൻ ചാനൽ മുഴുവൻ അറിയിച്ചു, പിന്നെ മുഴുവൻ അറിയണം. ജനകീയ വിഷയമായിട്ട് ഏറ്റെടുത്ത്. പിന്നെ അതെ അതെ. എന്നാൽ ഈ കണ്ടം, ഈ ആറ്, ഈ സൈഡൊക്കെ എവിടെയൊന്നും വേറെ തടസ്സമില്ലാത്തതുകൊണ്ട് ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ ഈ ഇങ്ങോട്ട് പൊക്ക പ്രദേശങ്ങളല്ലേ, ഇങ്ങനെ മണം ഇങ്ങനെ പനച്ചിക്കാടിന്റെ ഒരു 4-5 വാർഡ് മണമെന്ന് പറഞ്ഞത്. ഇത് കൊല്ലാട് ഭാഗം നേരെ കാണുന്നത്. പാലുപടിക്ക് വരെ മണമായി. പാലുപടിയല്ല, അങ്ങ് മാങ്ങാന സ്കൂൾ ഭാഗത്തുണ്ട്. ഈ കാണുന്നത് നാൽക്കവല ആ ഭാഗം, ഇത് കണ്ട കുന്ന് കാണുന്നതാണ്, ആ ഭാഗമാണ് കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മാറി പനച്ചിക്കാടിന്റെ 4-5 വാർഡ് ഭയങ്കര മണമെന്നാണ്. അതുപോലെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ, വിജയപുരം പഞ്ചായത്തിന്റെ മിക്ക വാർഡുകളും.